നമസ്കാരം, എല്ലാവർക്കും സ്വയംവരം സീരിയലിൻ്റെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രാജേന്ദ്രൻ്റെ ആ ഒരു മുഖം മൂടി അഴിഞ്ഞ് വീഴുക കേട്ടോ ചെയ്യുന്ന എല്ലാവരുടെ മുമ്പിൽ. ലളിതാമ്മയോട് വളരെ മോശമായിട്ട് തള്ളേ എന്നൊക്കെ വിളിച്ചുകൊണ്ട് കേട്ടോ സംസാരിക്കുന്നത്. ആരെങ്കിലും ഒലിപ്പിച്ചുകൊണ്ട് വന്നാൽ തള്ള തുടങ്ങിക്കോളും എന്നുള്ള രീതിയിലൊക്കെ വളരെ മര്യാദ കെട്ട് സംസാരിക്കുന്നു. ഇതുവരെ ചക്കരയും തേനും ഒലിപ്പിച്ചുകൊണ്ടിരുന്ന രാജേന്ദ്രൻ ഇനിയിപ്പം ലളിതാമ്മ ഒരു ഭാരമായി മാറിയിരിക്കുക കേട്ടോ ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന രാജീവൻ രാജേന്ദ്രൻ്റെയൊക്കെ തട്ടിക്കയറുന്നുണ്ട്. ഇങ്ങനെയാണോ ഒരു പെറ്റ തള്ളയെ നോക്കുന്നതെന്ന് ചോദിക്കുന്നു. ഞങ്ങൾ അമ്മ എൻ്റെ കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവസാനം രാജേന്ദ്രനെ പേടിച്ച് ലളിതാമ്മ പറയുന്നുണ്ട്, ഞാൻ വരുന്നില്ല, നിങ്ങൾ വന്നല്ലോ അത് മതിയെന്ന് പറയാട്ടോ ചെയ്യുന്നത്. പിന്നീട് രാഗി ആകെ സങ്കടത്തിലിരിക്കുക കേട്ടോ ചെയ്യുന്നത്. മരണഭീതിയാണ് രാഗിയുടെ മനസ്സിലാകെ ഉള്ളത്. എനിക്കിനി താമസിയാതെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കും, അതിലൊരു സംശയവുമില്ല. അതിനു മുമ്പ് എനിക്ക് ശാരികയെ കണ്ടെത്തണം, അതിനെന്താ ഭഗവാനെ വഴിയെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. പിന്നീട് ആരതി രാഗിയുടെ അടുക്കലേക്ക് വരിക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ രാഗി ആകെ വിഷമിച്ചിരിക്കുകയാണ്. എന്തു പറ്റി രാഗി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ചുമ്മാതെ ഞാൻ വെറുതെ ഓരോന്ന് ആലോചിച്ചിരുന്നേ ഉള്ളൂ എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ചേച്ചി എന്താ വന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നിന്നെ ഒന്ന് തനിച്ച് കിട്ടണമെങ്കിൽ നീ ഉള്ളിടത്ത് വരണ്ടേ, അതിന് വേണ്ടി വന്നതെന്ന് പറയട്ടെ ചെയ്യുന്നത്. നീ രാജീവനും ഇപ്പോൾ നല്ല സന്തോഷത്തിലാണെന്ന് അറിഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ സന്തോഷം കാണാൻ വേണ്ടി വന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാഗി പറയുന്നത്, സന്തോഷമാണ് ജീവിതത്തിൽ ഏറ്റവും വലുതെന്നും എനിക്ക് മനസ്സിലായി ചേച്ചി. അപ്പോൾ പിന്നെ ഞാൻ എല്ലാ തെറ്റുകളും എല്ലാം ഞാൻ മറന്നു, കഴിഞ്ഞ കാര്യങ്ങളെല്ലാം എന്ന് പറയുന്നു. അപ്പോൾ ആരതി പറയുന്നുണ്ട് കേട്ടോ, അതിന് രാജീവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല രാഗി, അതെല്ലാം നിൻ്റെ തെറ്റിദ്ധാരണ മാത്രമാണെന്ന് പറഞ്ഞു. ഇപ്പം നിനക്ക് എങ്ങനെ രാജീവനെ സ്നേഹിക്കാനായിട്ട് കഴിയുന്നു, നേരത്തെ നീ അത് ചെയ്തിരുന്നില്ലല്ലോ എന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ രാഖി ഒന്നും മിണ്ടുന്നില്ല. നീ മനസ്സിൽ ഒളിപ്പിക്കുന്ന രഹസ്യം എന്താണെന്ന് എനിക്ക് അറിയാൻ രാഖി എന്ന് ആരതി പറയട്ടോ ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന രാഖി ഞെട്ടുന്നുണ്ട് കേട്ടോ. എന്ത് രഹസ്യ ചേച്ചിയും ചോദിക്കുന്നുണ്ട്. നീ അന്ന് ഹോസ്പിറ്റലിൽ പോയത് ഞാൻ എന്തിനാന്ന് ചോദിച്ചപ്പോൾ നീ ബ്ലഡ് ചെക്ക് ചെയ്യാനെന്നല്ലേ പറഞ്ഞത്. അവിടുത്തെ ഡോക്ടർ എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഞാൻ ആ ഡോക്ടറിനോട് കാര്യങ്ങളെല്ലാം തിരക്കി. നീ ആദ്യം അഡ്മിറ്റ് ആയപ്പോൾ തന്നെ അയാൾ എന്നെ വിവരം അറിയിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടറിനോടൊരു കാര്യം പറഞ്ഞിരുന്നു, നിൻ്റെ മനസ്സിൽ, അതായത് നിൻ്റെ ജീവിതത്തെ പറ്റിയുള്ളൊരു ചിന്ത ജനിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ ഇപ്പോൾ രാജീവനുമായിട്ട് അകന്നു നിൽക്കുന്ന ആ ഒരു പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ഒരേ ഒരു വഴി മാത്രമേ എൻ്റെ മുമ്പിൽ കണ്ടിരുന്നുള്ളൂ. നിനക്ക് ഒരു അസുഖമുണ്ടെന്ന് പറയാൻ. അത് ഡോക്ടർ ഭംഗിയായിട്ട് നിർവഹിച്ചു. നീയും ഭർത്താവും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റണമെന്ന് ഡോക്ടർ നിന്നെ അത് കേട്ടുകൊണ്ട് ഉപദേശിച്ചു. നീ അതുപോലെ തന്നെ അനുസരിച്ചു രാഖി. നീ രാജീവനുമായിട്ട് ഒന്നായി, നിനക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന രാഖി ഞെട്ടുന്നുണ്ട് കേട്ടോ. നിനക്ക് രാജീവനുമായിട്ട് കുറേ നാൾ സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുമെന്നും പറയുന്നു. പിന്നെ വേറൊരു സത്യം കൂടെ നീ അറിയണമെന്ന് പറയുന്നുണ്ട്. നിൻ്റെ കൊച്ചേട്ടനാണ് നിന്നോട് ഏറ്റവും വലിയ ചതി ചെയ്തതെന്നും ശാരിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ അയാൾ ഒറ്റൊരുത്തനാണെന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാനും നിൻ്റെ കൊച്ചേട്ടനും തമ്മിൽ അകന്ന് കഴിയാനുള്ള കാരണമേ ഇത് തന്നെയാണ്. ശാരിക അയാൾക്കൊരു വികാരമായിരുന്നു, പണ്ടേയുള്ള ആഗ്രഹമാണ്. അതുകൊണ്ടാണ് ശാരികയെ കല്യാണം ആലോചിച്ച് ചെന്നത്. അവൾ തിരസ്കരിച്ചതിനുള്ള ശിക്ഷയായിട്ടാണ് അവളുടെ കുഞ്ഞിൽ ഇപ്പോൾ അവളുടെ വയറ്റിൽ ഇപ്പോൾ വളരുന്ന കുഞ്ഞെന്ന് പറയാട്ടോ ചെയ്യുന്നത്. നീ അവളെ കണ്ടെത്തണം, അവൾക്ക് വേണ്ട എല്ലാ സംരക്ഷണവും നീ നൽകണം. നിൻ്റെ കൊച്ചേട്ടൻ ചെയ്ത ആ തെറ്റിന് നീ പരിഹാരം കാണണം. നീയും ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അവളെ എന്ന് പറയുന്നു. രാജീവനും ശാരികയും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് തീർച്ചപ്പെടുത്തി പറയാട്ടോ ചെയ്യുന്നത് ആരതി. ഇത് കേൾക്കുന്ന രാഖി അങ്ങ് ഞെട്ടുകട്ടോ ചെയ്യുന്നത്. പണ്ട് ഞാൻ ഇത് നിന്നോട് പറയാനായിട്ട് ശ്രമിച്ചാൽ നീ ഇതൊന്നും കേൾക്കാനായിട്ട് ചെവിക്കൊള്ളുക. ഇപ്പോൾ ജീവിതം എന്താണെന്ന് നീ മനസ്സിലാക്കി, ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് നിനക്കിപ്പോൾ അറിയാം. നിനക്ക് ജീവിതത്തിൻ്റെ വില മനസ്സിലായി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിന്നോട് ഈ സത്യം പറഞ്ഞതെന്ന് പറയുന്നു. പിന്നീട് രാഖി ഇരുന്ന് പൊട്ടിക്കരയാട്ടോ ചെയ്യുന്നത്. താൻ ചെയ്തു പോയ മഹാപാതകത്തെ ആലോചിച്ചുകൊണ്ടാണ് രാഖി പശ്ചാത്താപം കൊണ്ട് നീറുന്നത് കേട്ടോ.